യാത്രയാക്കി തൻ പ്രിയ പുത്രനെ യാത്രയാക്കി. എവിടെ നിന്നാ എന്റെ വരവ്? പുത്തൂരം വീട്ടിൽ നിന്ന്. അത് കേട്ട് ചന്തു ഒന്ന് ഞെട്ടിയെങ്കിലും ധൈര്യത്തോടുകൂടി ഉറച്ചു വിളിച്ചു പറഞ്ഞു, പുത്തൂരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഒരു ആന്തരില്ലെന്ന് എനിക്കറിയാം. കൂമ്പും കുലയും നേരത്തെ തന്നെ ഞാൻ നുള്ളിപ്പോന്നതാണ്. വെട്ടിയ കുറ്റി മുളയ്ക്കുമെന്ന് അമ്മാവൻ അറിയില്ലല്ലേ? ചന്തു ഇറങ്ങി വാടി. ലോകേതിഹാസങ്ങളിൽ ബൃഹത്തായ മഹാഭാരത കഥയിലെ വിസ്മരിക്കപ്പെട്ടുപോയ ഒരു പുത്രൻ, അതെ, സൂര്യപുത്രൻ. മധ്യാഹ്ന സൂര്യൻ ഗംഗാതടങ്ങളിൽ കത്തിജ്വലിച്ചങ്ങു നിന്നു. മധ്യാഹ്ന സൂര്യൻ ഗംഗാതടങ്ങളിൽ കത്തിജ്വലിച്ചങ്ങു നിന്നു. ചുട്ടുപൊള്ളിയിടും മണൽ തട്ടിലൂടൊരു വൃദ്ധമാതാവ് നടന്നു. ചുട്ടുപൊള്ളിയിടും മണൽ തട്ടിലൂടൊരു വൃദ്ധമാതാവ് നടന്നു. ഗംഗാനദിയുടെ തീരത്തുള്ള മണൽത്തിട്ടകൾ ഉച്ചവേലിന്റെ ചൂടേറ്റ് ചുട്ടുപൊള്ളിക്കിടക്കുന്നു. ആ മണൽപ്പരത്തിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു പോകും. ആരോരും അറിയാതെ ആരെയോ കാണാൻ തിരക്കിട്ട് പോവുകയാണവർ. ആ നദിക്കരയിൽ ആചാനബാഹുവായ ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ കൈക്കുമ്പിളിൽ ഗംഗാജലം കോരി മുകളിലോട്ട് നോക്കി അർക്കപൂജ നടത്തുന്നു. അദ്ദേഹത്തിന്റെ പേര് കർണൻ. ഈ പ്രപഞ്ചം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദാനശീലനായ കർണൻ, അജയ്യനായ വില്ലാളി വീരൻ കർണൻ. അസാമാന്യം ഉയരമുള്ള കർണന്റെ പിൻഭാഗത്തായി ആ മാതാവ് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കർണൻ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. കർണനൊന്നും മനസ്സിലായില്ല. ദേവി, അതിരഥപുത്രനും രാധേയനുമായ കർണന്റെ പ്രണാമം. അവിടുന്ന് ആരാണെന്ന് അറിയിച്ചാലും. ഈ കൊടുമ്പേരിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്ന കാരണം എന്താണെന്ന് അറിയിച്ചാലും. ആ വാക്കുകൾ കേട്ട് അവർ വിക്കി വിക്കി പറഞ്ഞു, രാധേയനല്ലല്ല, കൗന്ദേയനാണു നീ, പാപിയാമീ കുന്തി നിന്റെ അമ്മ. മാപ്പിരക്കാൻ പോലും അർഹതയില്ലാത്ത സ്വാർത്ഥയാമീ കുന്തി നിന്റെ അമ്മ. സ്വാർത്ഥയാമീ കുന്തി നിന്റെ അമ്മ. മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദേയനാണ്. നിന്നെ പ്രസവിച്ച പാണ്ഡവ മാതാവായ ഈ കുന്തിയാണ് മോനെ നിന്റെ അമ്മ. ഇത്രയും പറഞ്ഞതും അവർ തലചുറ്റി വീഴാൻ തുടങ്ങി. കർണൻ അവർ താങ്ങിപ്പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അമ്മ ജീവിതത്തിൽ ആദ്യമായി പെറ്റമ്മയുടെ മുഖം കാണുന്നു. ജീവിതത്തിൽ ആദ്യമായി പെറ്റമ്മയുടെ ചൂടറിയുന്നു. ആ ദീർഘകായന്റെ കണ്ണിൽ നിന്നും നേർത്തുള്ളികൾ കുന്തിയുടെ മുഖത്ത് വീണ് ചെതറി. തന്റെ കഴിഞ്ഞൊരു പുത്രന്റെ കണ്ണീര് വീണ് മുഖം നനഞ്ഞപ്പോൾ ആ അമ്മ കണ്ണു തുറന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ കർണന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിറയ്ക്കുന്ന ചുണ്ടുകളോട് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ കർണൻ തടഞ്ഞു. ദേവി, എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസ്ഥയിലല്ല അവിടുന്ന്. ഇപ്പോൾ തന്നെയുമല്ല, അവിടുന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയാം. അവിടുന്ന് പറയും, കർണ, നീ സൂര്യഭഗവാനിൽ കുന്തിക്ക് ജനിച്ച കടിഞ്ഞൂൽ പുത്രനാണ്. പാണ്ഡവർ നിന്റെ അനുജന്മാരാണ്. കൗരവപക്ഷത്ത് ഉപേക്ഷിച്ച് പാണ്ഡവപക്ഷത്തേക്ക് വരൂ. ഇതൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനല്ലേ അവിടുന്ന് വന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കാം. കൃഷ്ണൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ പറയുന്നതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ അവയൊക്കെ ഇന്നെങ്ങനെ സത്യങ്ങളാകും? ആ സത്യങ്ങളൊക്കെ മരിച്ചു പോയിട്ട് കാലങ്ങളേറെയായില്ലേ അമ്മേ? ഇന്ന് ആ സത്യങ്ങളുടെ പ്രേതങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അമ്മ കാണുന്നില്ലേ കുരുക്ഷേത്ര യുദ്ധത്തിലുള്ള കൈനിരകൾ ശവകുടീരങ്ങളെ പോലെ ഉയർന്നു നിൽക്കുന്നത്? 18 ക്ഷൗഹിണിയുടെ പടഹ ധ്വനിയുയരാനിനി എത്ര ദിനം, ഗജരഥ തുരക പദാദികൾ അഭിമുഖം അടരാടാനിനി എത്ര ദിനം. അമ്മേ,
കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ ഇനി എത്ര ദിവസം? ഇനി സഹോദരബന്ധം പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയുടെ കർണൻ മരിച്ചിട്ട് കാലമേറിയായി. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർണൻ അധിരഥന്റെയും രാധയുടെയും പുത്രനാണ്. അമ്മ എന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് സത്യമായിരിക്കാം. പക്ഷേ പ്രസവിച്ചാൽ മാത്രം ഒരു അമ്മയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തൻ കടിഞ്ഞുൽ പുത്രന്റെ വാക്കുകൾ കേൾക്കവേ ഒന്നും ഉരിയാടാനാകാതെ നിന്നു പോയമ്മ. കർണ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ, എത്ര വേണമെങ്കിലും ശപിച്ചുകൊള്ളൂ. കാരണം ഞാനത് അർഹിക്കുന്നു. പ്രസവിച്ച മകൻ നദിയിലൊഴുക്കുക ഈ ലോകത്തൊരമ്മയും ചെയ്യാത്ത പ്രവൃത്തിയാണ്. പക്ഷെ അപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഈ ലോകത്തെ എല്ലാ അമ്മമാരും അവരുടെ മക്കൾക്ക് വേണ്ടി സഹിച്ച വേദനയേക്കാൾ വലുതാണ് മോനെ ആ വേദന. കർണ, പ്രതികൂല പരിതസ്ഥിതിയിൽ ചെയ്തു പോയ അപരാധത്തിന് പിന്നെ ഒരിക്കലും മാപ്പില്ലേ കർണ? ഈ കുന്തിക്ക് പ്രായശ്ചിത്തമില്ലേ? ഒരു നാളിൽ അറിയാതെ ചെയ്തൊരു തെറ്റിന് മകനെ നീ മാപ്പ് തരില്ലേ? ഒരു നാളിൽ അറിയാതെ ചെയ്തൊരു തെറ്റിന് മകനെ നീ മാപ്പ് തരില്ലേ? പല കാലമായത് പറയാനൊരുങ്ങിയൻ ഹൃദയം തുടിക്കുകയല്ലേ? പല കാലമായത് പറയാനൊരുങ്ങിയൻ ഹൃദയം തുടിക്കുകയല്ലേ? അമ്മതൻ ഹൃദയം തുടിക്കുകയല്ലേ? അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അമ്മയുടെ മകനാണ് ഈ കർണൻ എന്ന് പറയുവാൻ അമ്മയ്ക്ക് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ല ആ ദിവസം, ആയുധ പന്തയത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്ന ദിവസം. അന്ന് കൃപാചാര്യൻ എന്നോട് ചോദിച്ചു, നിന്റെ ജാതി ഏത്? നീ ഏത് രാജകുടുംബത്തിൽ പിറന്നതാണ്? അർജുനനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? അന്ന് വില്ലും നിലത്തറിഞ്ഞ ആ വലിയ സഭയ്ക്ക് മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ തലകുടിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് പറയാമായിരുന്നില്ലേ, അവൻ എന്റെ മകനാണ്, ഈ കുന്തി പ്രസവിച്ച മകനാണ് കർണൻ, സൂര്യപുത്രനാണ് കർണൻ എന്ന് അമ്മ അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കർണന്റെ ആത്മാഭിമാനത്തിന് എന്ത് തിളക്കമായിരുന്നേനെ. അപമാന ഭാരത്തിന്റെ നേർച്ചയിൽപ്പെട്ട് അന്ന് മരിച്ചു കർണൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർണൻ സുയോധനൻ ദാനം തന്ന ജീവിതം പേർന്ന കർണനാണ്. ഈ ജീവിതം എക്കാലവും അവനുള്ളതാണ്. ദേവി, ഉണ്ടചോറിന് നന്ദികേട് കാണിക്കാനും ആത്മമിത്രത്തെ വഞ്ചിക്കാനും അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാനും ദയവായി അവർ നിന്നോട് ഉപദേശിക്കരുത്. അങ്ങ് കൊട്ടാരത്തിലേക്ക് വിളകൊണ്ടാലും. കുന്തിയുടെ മുഖം പരമധൈര്യമായി കാണപ്പെട്ടു. മോനെ കർണ, ഈ ലോകത്തെ എല്ലാ അമ്മമാരും സ്വാർത്ഥകളാണ്. സ്വാർത്ഥത അത് ജന്മനാ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മോനെ, ഞാനൊന്ന് ചോദിക്കട്ടെ. യുദ്ധത്തിൽ പിതാമഹനും ആചാര്യനും എന്റെ 5 മക്കളിൽ ആരെയും കൊല്ലില്ല. പക്ഷേ മോനെ, നീ എന്റെ പാണ്ഡവരെ കൊല്ലുമോ മോനെ? ആ ചോദ്യത്തിന് കർണൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കർണ, ആരായിരുന്നാലും ചോദിക്കുന്നതൊന്നും ഭിക്ഷ കൊടുക്കുന്ന മഹാമനസ്കനായ കർണ, നിന്റെ മാതൃത്വം അവകാശപ്പെടുന്ന ഈ കുന്തിക്കിനെ ഭിക്ഷ തരില്ലേ? എനിക്ക് നീ പുത്രഭിക്ഷ തരില്ലേ? കർണൻ അമ്മയുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചു. അമ്മേ, ഒരു മാതാവെന്ന നിലയിൽ അവിടെ നിന്നോട് കടമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കർണൻ അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. യുദ്ധത്തിൽ ഞാനും അർജുനും തമ്മിൽ ഏറ്റുമുട്ടും. ഞാനും അർജുനും ആരെങ്കിലും ഒരാൾ വധിക്കപ്പെടും, അത് തീർച്ചയാണ്. പക്ഷേ അമ്മയുടെ ബാക്കി 4 മക്കളിൽ ആരെയും ഞാൻ കൊല്ലില്ല. യുദ്ധത്തിൽ എനിക്കതിന് അവസരം കിട്ടിയാൽ പോലും ഞാൻ ചെയ്യില്ല. ഞാൻ മരിച്ചാലും അർജുനൻ മരിച്ചാലും അമ്മയ്ക്ക് എന്നും 5 മക്കളുണ്ടായിരിക്കും. അമ്മ ധൈര്യമായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയാലും കുന്തി ആ മണൽപ്പരപ്പിലൂടെ നടന്നകലുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം ദിവസം പ്രഭാതം. അതാ കുരുക്ഷേത്ര ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമായി 2 രഥങ്ങൾ വന്നു നിന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിയിക്കുന്ന രഥത്തിൽ അർജുനനും, ശല്യർ തെളിയിക്കുന്ന രഥത്തിൽ കർണനും. യുദ്ധം
യുദ്ധം ആരംഭിച്ചു. സാധാരണ പടയാളികൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ അവർ പരസ്പരം എഴുതി തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആഗ്നേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്ഫലമാക്കി. പാർത്ഥൻ ബ്രഹ്മാസ്ത്രം തൊടുത്തപ്പോൾ ഒരു ക്ഷേത്രഭൂമിയിൽ ശരങ്ങളും ശവശരീരങ്ങളും കൊണ്ട് നിറഞ്ഞു. പക്ഷേ കർണൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ ചേർത്തു. യുദ്ധം, ഘോരമായ യുദ്ധം. സാധാരണ പടയാളികൾ നാനാഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. കർണൻ തന്റെ ആവനാഴിയിൽ നിന്നും നാഗാസ്ത്രമെടുത്തു, മന്ത്രങ്ങളാൽ പൂജിച്ചു. അർജുനന്റെ തെറ്റ് ലക്ഷ്യമാക്കി കർണൻ നാഗാസ്ത്രം തൊടുത്തുവിട്ടു. അത്യന്തം വിനാശകാരിയായ നാഗാസ്ത്രം പാഞ്ഞു വരുന്ന കണ്ട അർജുനന്റെ തേരാളിയായ ശ്രീകൃഷ്ണൻ ആ തേർത്തട്ടിൽ ആഞ്ഞൊന്ന് ചവിട്ടി അർജുനന്റെ കിരീടവും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നാഗാസ്ത്രം പാഞ്ഞുപോയി. കർണന്റെ രഥം മുന്നോട്ട് കുതിച്ചു വരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ രഥത്തിന്റെ ചക്രം പൂഴിമണ്ണിൽ അമർന്നുപോയി. കർണൻ ചാടിയിറങ്ങി രഥത്തിന്റെ ചക്രമുയർത്താൻ ശ്രമിക്കുന്നു. കഴിയുന്നില്ല. ഈ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, വാർത്ത, ആയുധമെടുക്കൂ. ആയുധധാരിയായി നിൽക്കുന്ന കർണനെ വധിക്കാൻ എനിക്കോ നിനക്കോ ഒന്നല്ല, ഈ ഭൂലോകത്ത് ആർക്കും കഴിയില്ല. വേഗം. കർമ്മനിരതനായ അർജുനൻ ആവനാഴിയിൽ നിന്നും ആഞ്ജലികാസ്ത്രമെടുത്തു. രഥത്തിന്റെ ചക്രമുയർത്താൻ ശ്രമിക്കുന്ന കർണന്റെ നേരെ അർജുനൻ ആഞ്ജലികാസ്ത്രം തൊടുത്തുവിട്ടു. കർണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വീണു മരിച്ചു. തന്റെ കടിഞ്ഞൂൽ പുത്രന്റെ മരണവാർത്ത എറിഞ്ഞ് ആ അമ്മ ഹസ്തിനപുരം കൊട്ടാരത്തിൽ ബോധമറ്റ് വീണു. AVT പ്രീമിയം കഥ പറയുമ്പോൾ ഗ്രാൻഡ് ഫിനാലെ. വാഴയിലെല്ലാം കീറിയതാ, മതിയാവോന്ന് തോന്നുന്നില്ല.